അടുത്തതായിട്ട് ഒരു മോണോ ആക്ടാണ് അവതരിപ്പിക്കാനായിട്ട് ലിൻഡ സപ്തമി ജോസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വയലാർ രാമവർമ്മയുടെ ആയിഷ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. വെൽക്കം ലിൻഡ. പുരുഷ മേധാവിത്വം തെരുവിൽ വലിച്ചെറിഞ്ഞ സ്ത്രീത്വത്തിൻ്റെ കഥ. കേരളത്തിൻ്റെ എക്കാലത്തെയും പ്രമുഖ വിപ്ലവ കവി വയലാർ രാമവർമ്മയുടെ ആയിഷ എന്ന കവിത ഒരു ഏകാഭിനയത്തിന് വിഷയമാകുന്നു. ആരാണ് നീ? എന്തിനിവിടെ വന്നു? ഒരാണ് തനിച്ച് താമസിക്കുന്നിടത്ത് പോകാനല്ലേ പറഞ്ഞത്? ചേട്ടൻ എന്നെ മറന്നുപോയോ? ഞാനാണ് ചേട്ടൻ്റെ പണ്ടത്തെ കൊച്ചനുജത്തി ആയിഷ. എന്താ കയ്യിൽ ചോര? എന്നെ നിക്കാഹ് കഴിച്ചോണ്ട് കൽബിലെ ചോര ഈ കൈ കൊണ്ട് ഞാൻ കൊത്തിക്കൊന്നു. ഇനിയൊരു പാവം പെണ്ണിനെയും അവൻ പിഴപ്പിക്കരുത്. ആയിഷ ഓർക്കുന്നു, ഇന്നലെ എന്ന പോലെ. ചേട്ടാ, പാൽപാത്രം തരൂ, ഞാൻ പോട്ടെ. എന്താ കുട്ടിയുടെ പേര്? ഇന്നലെ പറഞ്ഞതല്ലേ, എന്നും മറക്കുന്ന ചേട്ടൻ. പാൽപാത്രം തരൂ, ആയിഷ പോട്ടെ. ആയിഷ, അപ്പൊ പേര് പറയാനും അറിയാം. ദാ പാൽപാത്രം. ചേട്ടാ, എൻ്റെ പുത്തൻ കുപ്പായം കണ്ടോ? മജിദ്ക്ക പട്ടണത്തിൽ കുറേ കടന്നിടന്ന് കിട്ടിയ മുന്തിയ സൈസാ. കള്ളാവോ? അയ്യേ, ഇത് കിടക്കത്തുണിയല്ലേ? അന്നെ പറ്റിച്ചടി. എൻ്റെ മജിദ്ക്ക അന്നെ പറ്റിച്ച്. വേണ്ട ചേട്ടൻ, ചുമ്മാ പറയാ. ഇത് നല്ലതാ. ഇനി ഞാൻ ചേട്ടന് പാല് കൊണ്ട് തരൂല. അന്നൊന്ന് പിണങ്ങിപ്പോയതിൽ പിന്നെ വന്നില്ല. അന്ന് രാത്രിയിൽ നമ്മുടെ നിക്കാഹ് നടന്നു. ചേട്ടാ, വാപ്പായോട് നമ്മൾ കരഞ്ഞു പറഞ്ഞു, വാപ്പ ഞമ്മക്കിക്കുമ്പോ നിക്കാഹ് വേണ്ട വാപ്പ, വേണ്ട, നമ്മൾ എവിടെ വല്ലതും കഴിഞ്ഞാലാം വാപ്പ. ആയിഷ, എന്താടിച്ച് പറഞ്ഞത്? പറഞ്ഞതനുസരിച്ചതയ്യാ, അല്ലേ എൻ്റെ ഉമ്മാൻ്റെ സ്ഥിതി വരും. നമ്മളിപ്പം നിക്കാഹ് വേണ്ട വാപ്പ, നമ്മൾ ഇവിടെ വല്ലതും കഴിഞ്ഞോളാം വാപ്പ. പറഞ്ഞതനുസരിച്ചില്ലേ, എൻ്റെ ഉമ്മാൻ്റെ സ്ഥിതി വരും. ഓളെ നമ്മൾ ഒറ്റ ചവിട്ടിനാക്കുമെന്ന് കെട്ടിത്തൂക്കിയത്. പട്ടണത്തിൽ മജീദിൻ്റെ 6ാമത്തെ പീഡനായിട്ട് നമ്മൾ 4 കൊല്ലം കഴിഞ്ഞ് വയറ്റിലൊരു ജീവൻ വളരുന്നുണ്ടെന്നറിഞ്ഞ് നമ്മളെ മൊയ് ചൊല്ലി വേറെ വഴിയില്ലാണ്ട് വാപ്പായെ തേടി എത്തിയപ്പോൾ അടുത്ത വീട്ടിൽ ആമിന താത്ത പറഞ്ഞു, അല്ലോ ഇജ്ജ ആയിഷല്ലേടി, എത്ര നാളായി നീ കണ്ടിട്ട്? എൻ്റെ വാപ്പ ലോക്കപ്പലാണടി. ഒരുത്തനെ ഒറ്റ കൂത്തിനല്ലേ വെട്ടി നുറുക്കിയത്. ഒരു നായ. ഓൻ ചോദിച്ചു, അല്ല റുമാനെ, എൻ്റെ കടയിൽ ഈ പോത്തിറച്ചിയും മയിലിറച്ചിയും മാത്രമേ ഉള്ളൂ, പന്നിയിറച്ചി ഉണ്ടാവും. എന്താണ് വെച്ച് പറഞ്ഞത്? അന്നെ എൻ്റെ പാപ്പായെ പോലീസ് കൊണ്ടുപോയി. നമ്മൾ തെരുവിൽ പെറ്റ് ആ കുഞ്ഞിനെ തെരുവ് പെണ്ണുങ്ങൾ. ആയിഷേ, ഈ കുഞ്ഞെൻ്റെ ബിസിനസ്സിന് കേടാനടി. ഇതങ്ങൾ പോട്ട് കുറ്റിക്കാട്ടിൽ പത്രം, ചൂടുള്ള വാർത്ത. കുറ്റിക്കാട്ടിൽ കുഞ്ഞിൻ്റെ ജഡം യുവതി പോലീസ് കസ്റ്റഡിയിൽ. ലോക്കപ്പിൽ നിന്ന് വന്നപ്പം നമ്മുടെ വയറ്റിൽ പോലീസുകാരുടെ ജീവൻ വളരുന്നുണ്ടായിരുന്നു. അതിനെ നമ്മൾ വളർത്തി. ഇപ്പം കാണാം തെരുവിൽ പാട്ടുപാടി നടക്കണേ. ആയിഷ ഉമ്മാൻ്റെ പൊന്നുമോനാണു ഞാൻ, ആയിഷ ഉമ്മാൻ്റെ പൊന്നുമോനാണു ഞാൻ. സാറേ പൈസ, ചായ കുടിക്കാനാ സാറേ പൈസ. ഒരു ദിവസം നമ്മുടെ കുടിയിൽ പഴയ കെട്ടിയോ, ആയിഷ ഇവിടെ വാടി, ഇവിടെ വരാൻ. വേണ്ട, നിങ്ങളാണ് എൻ്റെ ജീവിതം തീർത്തത്, പോ പുറത്ത്. നീ വലിയ ശീലമതിയൊന്നും ചമ്മേണ്ട, ഇവിടെ വാടി. വേണ്ട, കൊന്നു. ഈ കൈ കൊണ്ട് കൊത്തി കൊന്നു. സഹൃദയരെ, സ്ത്രീയുടെ കണ്ണുനീരിൻ്റെ കഥ എന്നും തുടരുന്നു. എത്ര പീഡനങ്ങൾ ഈ അവസ്ഥ മാറേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Linda, for the soulful performance.